അല്ല എന്താ പരിപാടി? വെറുതെ കാറ്റുകൊണ്ടിരിക്കാൻ എന്ത് രസാ അല്ലേ? നമ്മൾ ശരിക്കും നമ്മളെ നാടിനെ അറിയോ ആസ്വദിക്കും ചെയ്തിട്ടുണ്ടാവും. ഒരു നാടിന്റെ ഭംഗി എന്ന് പറയുമ്പോ അവിടെ എന്താ വേണ്ടി? ഒരു നാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ അമ്പലം, പള്ളി, അതുപോലെ തന്നെ വലിയ വലിയ കുന്നുകൾ, പാടങ്ങൾ, തോടുകൾ, കുളങ്ങൾ, അതുപോലെ പുഴകൾ, ഇതൊക്കെ അടങ്ങിയതാണ്. അല്ല ഗഫൂർമാനെ, അപ്പൊ നമ്മളെ നാടിനും ഉണ്ടാവില്ല ഇതുപോലെ ഒരു കഥ പറയാൻ? സാംസ്കാരികപരമായിട്ടും കാർഷികപരമായിട്ടും ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കീവറമ്പിൽ. എന്നാ അതന്നെ ആയിക്കോട്ടെ ഇന്നത്തെ പരിപാടി. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പ്രകൃതി അനുഗ്രഹിച്ച ഒരു മണ്ണ് ഒരുപക്ഷെ സമീപത്തെ ദേശത്തൊന്നും കാണില്ല. മലനാടുമുണ്ട്, ഇടനാടുമുണ്ട്. ഇടനാടിൽ തന്നെ നല്ല വയലുകളുണ്ട്, കുന്നുകളുണ്ട്, ചോലകളുണ്ട്, കുളങ്ങളുണ്ട്. പണ്ടത്തൊരു കാരാട്ട് കുഞ്ഞിപ്പൊക്കൽ സാഹിബിന്റെ അറബിയിലെ ഒരു കവിതയുണ്ട്. അതിന്റെ പേര് തന്നെ താഴത്തുള്ള അറിവുകളാണ്. താഴെയുള്ള ഒരു ഭൂമി എന്നാണ്. കീഴ്പറമ്പ് പഞ്ചായത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുറുങ്ങാട്ടി പഞ്ചായത്തിന്റെ ഭാഗമായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു നാട്ടുകാരൻ കണ്ണമ്പള്ളി കനാൽ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. നാനാവിധത്തിലുള്ള വന്യജീവികളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ പക്ഷികള്, ഉരകങ്ങള്, സസ്തനികള്, അങ്ങനെ തന്നെ എല്ലാവിധത്തിലുള്ള വന്യജീവികളും ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അരീക്കോട് വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കുനിയില് അൻവാർ ഇസ്ലാം അറബി കോളേജ് വരുന്നത്. ആ സ്ഥാപനം ശരിക്ക് കീഴുപറമ്പിലെ വിദ്യാഭ്യാസത്തിന് ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ രാവിലെ സമയങ്ങളിൽ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും ഉള്ളൊരു ഫിറ്റ്നസ് എത്രത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള. കീഴുപറമ്പിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പ്രധാന സംഭവമാണ് ഉത്തരമേഖല ജലോത്സവം. ഏറ്റവും ശത്രു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ മറ്റ് കായിക രംഗം വരുമ്പോൾ ഞങ്ങൾ ഒന്നയച്ചു. അപ്പോൾ നാട്ടിന് വേണ്ടി എന്നും കീഴുപറമ്പ് ഒറ്റക്കെട്ടാണ്.